ുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ബീർ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇവിടെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ വേറൊരു പുള്ളിക്കാരനുമായിട്ട് ഈ പ്രതികൾ പ്രശ്നമായിരുന്നു. അവർ തമ്മിൽ എന്തോ പ്രശ്നമായപ്പോൾ ഈ നമ്മുടെ മരിച്ചു സുമൻ ഇടപെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം ബാറിൽ അവിടെ വിഴിഞ്ഞത്തുണ്ടായ ബാറിലുണ്ടായ പ്രശ്നമാണ്. ഒരു സുമൻ എന്ന് പറഞ്ഞ 38 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായിട്ടാണ് ചെയ്തത്, ഉപദ്രവിച്ചത്. ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഇച്ചിരെങ്കിലും ഒരു മനസ്സാക്ഷിയുള്ളവർക്ക് അത് കണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം അതുപോലെ ആ ഒരു വീഡിയോ എടുത്തവനെ സമ്മതിച്ച് കൊടുത്തേക്കുക. അവൻ ഈ പ്രാവശ്യത്തെ ഈ ക്യാമറമാനുള്ള അവാർഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് അവന് മേടിച്ചു കൊടുക്കണം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അത്രയും നേരം ആ വീഡിയോ എടുക്കാനായിട്ട് അവന് ഒരു ഉളുപ്പും തോന്നിയില്ലല്ലോ എന്ന് ഓർക്കുന്നത്. ആ വീഡിയോ എടുക്കുന്നതിന് 1 മിനിറ്റ് മതിയായിരുന്നല്ലോ. ഒരു 100 വിളിച്ച് പറഞ്ഞു ഇതുപോലെ സാർ ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നു എന്നൊരു കാര്യം വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും ആരെങ്കിലും വന്ന് ആ ഒരു മനുഷ്യനെ രക്ഷിക്കത്തില്ലായിരുന്നു. ഒരു പക്ഷേ എല്ലാവരും പറയുമായിരിക്കും ഈ മദ്യപിച്ച് നിൽക്കുന്നവർക്ക് ബോധമില്ല, അതുപോലെ വയലൻ്റ് ആയിട്ട് നിൽക്കുന്നവരടുത്തേക്കും നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നത്. ഇവന്മാർ പറയുന്ന കേൾക്കാനായിട്ട് അവന്മാർ അടുത്തോട്ട് വരുന്നുണ്ട്, അവന്മാർ പറയുന്നുണ്ട്. അത് പറയുന്നത് അല്ലെങ്കിൽ അവന്മാരുടെ കയ്യിലൊരു കത്തിയോ അങ്ങനെ എന്നുള്ള മാരകായുധങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം അമ്മ ഇത് അവിടെ ആ സ്പോട്ടിൽ വെച്ച് പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമാണ്, അല്ലാതെ കരുതിക്കുട്ടിയുള്ളതെന്ന് തോന്നുന്നില്ല. ഒരു മുൻവൈരാഗ്യമോ ഉള്ള ഒരു പ്രശ്നമല്ലത്. അവിടെ വെച്ച് വേറെ 2 പേര് തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിന് അത് പരിഹരിക്കാൻ പോയതാണ് ഈ സുമൻ എന്ന് പറഞ്ഞ ആൾ. ആ ആളെയാണ് ഇവർ ഉപദ്രവിച്ചത്. ഒരു പക്ഷേ ഇവന്മാരയിലായിരിക്കും, പിള്ളേരൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ഇവനൊക്കെ ക്രിമിനൽ തന്നെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അച്ചു അനന്തു എന്ന് പറയുന്നത് ഇവന്മാർ 2 പേരും ചെയ്ത ഭാഗത്തായിരിക്കും തെറ്റ്. ചിലപ്പോൾ സുമൻ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു കാണും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, മറ്റേയാളുടെ ഭാഗത്തല്ല തെറ്റ് എന്നൊരു വാക്ക് പറഞ്ഞു. അതായിരിക്കും മാർക്ക് ഇഷ്ടപ്പെടാതെ വന്ന് ബാറിലിട്ട് ഉപദ്രവിച്ചപ്പം അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് ചെയ്തത്. ഓടി വെളി വന്ന് ഞാൻ വെളി കിടന്നാണ്. അത്രയും ജനങ്ങൾ 10-12 ആൾക്കാർ നോക്കി നിന്നെന്ന് ഇങ്ങനെ ചിലതിനത്ര പറയുന്നത് കേട്ട്. ഇനി 12 പേര് വേണ്ട, ഒരു 4 പേര് മതി. ഈ ബാറിലെ ജീവനക്കാരുണ്ടല്ലോ, ഇവന്മാരായിരിക്കും മദ്യപിച്ചായിരിക്കുമല്ലോ നിൽക്കുന്നത്. ബാറിലുള്ളവർ വെളി ഇറങ്ങി എന്ന് പറഞ്ഞാൽ അവരെല്ലാം മദ്യപിച്ച് നിൽക്കുന്നവരായിരിക്കും എന്ന് വെക്കാം. ഈ ബാറിലെ ജീവനക്കാർ മദ്യപിച്ച് നിൽക്കുന്നവരല്ലല്ലോ, അവർക്ക് ഒരു സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം കണ്ട് എവിടെയെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പം ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് പറയുക, വീഡിയോ എടുക്കുക. വീഡിയോ എടുത്ത് അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോട്ട് വിടുക. അതാണ് വലിയ ക്രെഡിറ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ ഇപ്പോഴുള്ള ചെറുപ്പക്കാരുടെ എല്ലാം വിചാരം ഇത് വലിയൊരു മാസമായിട്ടാണ് കാണുന്നത്. കാര്യം ഭയങ്കര ഒരു ഷോ ആയിട്ടാണ് കാണുന്നത്. ഒരാളെ ഉപദ്രവിക്കുക, എന്നിട്ട് അത് കിടന്ന് കാണിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പോലീസ് പിടിച്ചു കഴിയുമ്പോൾ ഉമാറുടെ മുഖവും ഭാവമൊക്കെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഈ ഒരു അവസ്ഥയിലാണ് ഉമാറുടെ മുഖവും ഭാവമൊക്കെ ഇരിക്കുന്നത്. ഒരു പക്ഷേ അന്നേരം ഉമാർ ഇത്രയും ഓർത്ത് കാണുകയല്ലായിരിക്കാം, മദ്യത്തിൻ്റെ ആ ഒരു ലഹരിയിലായിരിക്കാം കിടന്ന് കാണിച്ചത്. എന്നാ മദ്യത്തിൻ്റെ ലഹരിയാണെന്ന് പറഞ്ഞാലും ഒരുത്തനായിട്ട് ഉപദ്രവിക്കുന്നത്. ഒരു പോലീസ് വണ്ടി വരുന്നാൽ അവന്മാർക്ക് അന്നേരം അവിടെ മര്യാദയ്ക്ക് നിൽക്കാൻ അറിയില്ല. എത്ര മദ്യപിച്ച് നിൽക്കുന്നവനാണെന്ന് പറഞ്ഞാലും ഒരു കാക്കി യൂണിഫോം ഇട്ടൊരു പോലീസുകാരൻ വന്നു കഴിഞ്ഞാൽ അവന്മാർ നിൽക്കാറുണ്ട്. അത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അന്നേരം ഇവർക്ക് ബോധമുണ്ട്. അപ്പോൾ ഇത് ബോധമില്ലാഴികയല്ല, ഇവന്മാർക്ക് ഒരു വൈരാഗ്യം, ഇവന്മാർക്ക് സൈഡ് നിൽക്കാതെ ആ ഒരു ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ നിയമം കൊള്ളുകയില്ല, അത്ര തന്നെ പറയാനായിട്ടുള്ളൂ. നല്ല നിയമമാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. എത്ര മദ്യത്തിലാന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്യാൻ ഭയക്കും. എനിക്ക് കിട്ടുന്ന ശിക്ഷ ഞാൻ അവനെ ഉപദ്രവിച്ചാലല്ല അവൻ എന്തെങ്കിലും സംഭവിച്ചു, ചിലപ്പോൾ 1-2 അടി അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ കൊടുത്തു നിൽക്കും. അത് കഴിഞ്ഞ് ആ ഒരു ഇത് മാറിപ്പോകാൻ മേലെ ഒരുത്തൻ വീണ് കിടക്കുന്നവനെ വീണ്ടും മറ്റൊരുത്തൻ പറയുന്നുണ്ട് കൊല്ലടാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അത് കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലാതെ ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്താന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ ഒരു 5-6 പ്രാവശ്യമൊക്കെ ഉപദ്രവിക്കെടുക്കുകയും ചെയ്യുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്നവനെ പിന്നെയും അത് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഇവൻ്റെയൊക്കെ ഉള്ളിൽ നല്ല ക്രിമിനലുണ്ട്. പുറത്തേക്ക് ഇവനൊക്കെ ഇനിയും വളർന്നു വന്നാൽ ഇതിനേക്കാൾ വലിയ ഭീകരന്മാരായി തീരത്തേ ഉള്ളൂ. അല്ലാതെ ഒരു പാമ്പിടിച്ച പിള്ളേരോ അല്ലെങ്കിൽ ആ അന്നേരത്തെ ഒരു ഇതിനോ തോന്നിയതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് ഉത്സവപ്പറമ്പിലെ ഒരു കാര്യം. ഒരു പ്രായം ചെന്ന മനുഷ്യനെ ആ ഒരു ഉത്സവം നടക്കുന്നത് ഡാൻസ് കളിച്ചൊന്നും വേണ്ട. ഒരു ചെറുപ്പക്കാരൻ ഇച്ചിരി ആരോഗ്യമുള്ളൊരുത്തനാണെങ്കിൽ ഇവൻ ഈ കസര കൊണ്ട് അടിക്കുമോ? ഒരിക്കലുമില്ല. അവൻ തിരിച്ച് നല്ല കീറ് കൊടുക്കുന്നില്ല. ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ അടുത്ത് എന്നാ ഷോ കാണിക്കാനാണ്. പക്ഷെ ഒരൊറ്റ മനുഷ്യർ അയ്യോന്ന് പോലും വെക്കുന്ന കണ്ടില്ല. ആരും അതിനൊന്നും എതിർക്കുന്ന കണ്ട. ആണുങ്ങളോട് ഇരിപ്പുണ്ട്, പെണ്ണുങ്ങളും ഇരിപ്പുണ്ട്. അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നൊക്കെ കണ്ടാൽ തോന്നും എൻ്റെ സിനിമയുടെ ഷൂട്ട് അവിടെ നടക്കുന്നതെന്ന്. അതുപോലെയാണ് പോയി ആ മനുഷ്യൻ്റെ പല്ലും പോയി ആ ചുണ്ടും പോയി. അതിനകത്ത് ആകെപ്പാട് പ്രതികരിച്ചെന്ന് പറയുന്ന കേട്ടത് ആ പാടിക്കൊണ്ടിരുന്ന ആൾ തന്നെ പറയുന്നു അദ്ദേഹം ഒരു വിഷയം ഉണ്ടാക്കുന്നതിലൂടെ ഡാൻസ് കളിക്കുന്നേ ഉള്ളായിരുന്നു എന്ന് പറയുന്നതായിട്ടുണ്ട്. അല്ലാതെ ഒരു മനുഷ്യരും ഒരു ഡാൻസ് കളിച്ച് ഇനി അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് മാറ്റിക്കൊണ്ടു പോകാം. അയാളെ ഉപദ്രവിക്കല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഉപദ്രവമാണ് മുന്നിൽ നിൽക്കുന്നത്. പിന്നെ ഈ ബാറിൻ്റെ അടുക്കൽ ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു ഈ വീഡിയോ എടുത്തവൻ്റെ വീട്ടിൽ ആരെങ്കിലുമാണ് ഈ ഉപദ്രവിച്ചെങ്കിൽ ഇവനിത് കണ്ടുകൊണ്ട് നിൽക്കുമോ? ഒരിക്കലും നിൽക്കില്ല. അത് പിടിച്ചു മാറ്റാനും അതിൻ്റെ ഇടയ്ക്കോട്ട് ചെല്ലുകയും ചെയ്യും. ആ അമ്പലത്തിലെ പ്രശ്നം തന്നെ ഇപ്പോൾ ആ ഒരു വല്യപ്പനെ അങ്ങനെ അടിച്ചു. ആ ഒരു ഒറ്റ അടിക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ മുഖത്തിനിട്ടാണ് അടിച്ചതെന്ന് ഓർക്കണം. നമ്മുടെ മൂക്കെന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനങ്ങളാണ്. ഒറ്റ അടിക്ക് ചിലപ്പോൾ തീർന്നു പോകാവുന്നതേ ഉള്ളൂ. ആ ഒരു ഉപദ്രവത്തിന് ആ മനുഷ്യൻ അന്നേരം കുഴഞ്ഞു വീണ് തീർന്നു പോയിരുന്നെങ്കിലോ? അന്നേരം ഇവൻ്റെ സൂക്കടങ്ങ് തീരുമോ? ഈ കഴിഞ്ഞിടയ്ക്കല്ലേ ഒരു പയ്യനെ അമ്പലത്തിലിട്ട് നിസാര കാര്യത്തിന് എഴുന്നള്ളത്ത് വന്നപ്പോഴത്തേക്ക് മറിഞ്ഞു നിന്നവർ കുറേ മാതിരി മദ്യപിച്ച് വന്ന് ഉപദ്രവിച്ച് അതിന് ഈ ലോകത്തുനിന്ന് പോയി. വീണ്ടും അതൊക്കെ തന്നെയാണ് ഈ നടക്കുന്നത്. ഇത് എങ്ങോട്ടാണ് ഈ പോക്കെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ നമുക്ക് ഭയങ്കര ഭയം വരുന്നതാണ് ഇപ്പോൾ ഓരോന്ന് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും ഒരു പരിധിയില്ല.
ആർക്കും എന്ത് ചെയ്യാം. പിന്നെ ഈ ഒരു കൊലപാതകം ഇപ്പം ഈ ഒരു സുമൻ എന്ന് പറഞ്ഞ ഒരാളുടെ മരണം എന്ന് പറഞ്ഞാൽ അതൊരാൾക്കൂട്ടം കൊലപാതകം തന്നെ നമുക്ക് പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ആ ചെയ്തതിനേക്കാൾ കൂടുതൽ ആ നോക്കി നിന്ന് സപ്പോർട്ട് ചെയ്തെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നോക്കി നിന്ന് സപ്പോർട്ട് ചെയ്ത് ഒരുത്തിനെങ്കിലും എതിർത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന്മാർ തെറ്റിച്ച് പോയായിരുന്നേ. പിന്നെ ഈ അടുത്തിൻ്റെ കൂട്ടത്തിൽ വന്ന് ഒരുത്തനുണ്ട്, അവൻ പറയുന്ന തത്വം നമുക്കൊന്ന് കേൾക്കാം. ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നവനാണ്. അപ്പോൾ ആദ്യ വഴി കിട്ടിച്ച് പോകുന്നതിന് പുള്ളി പറയുന്നത് ഞാൻ ഇവിടുന്ന് പോയി അപ്പുറത്ത് പാലത്തിന് അപ്പുറത്ത് നിന്ന് ഇവൻ വരാൻ വേണ്ടി നിന്നെന്ന്. ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരാൾ വരുന്നില്ലെന്ന് അറിയുമ്പോൾ നമ്മൾ കൂടെ വന്നവനെ ഒന്ന് അന്വേഷിച്ച് പോകത്തില്ലേ. കൊലപാതകം നടന്നു കഴിഞ്ഞാണ് പുള്ളി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതുവഴി വന്നൊരു കാറും കൊണ്ട് വന്നൊരാളാണ് വണ്ടി ഇടിച്ചാന്ന് തോന്നുന്നു കിടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ടോന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് പുറത്ത് വന്നത് നിങ്ങൾ ആരെങ്കിലും ഓരോ ന്യൂസിനത്രയും വരുന്നുണ്ട്. വാരിയൽ ശ്വാസകോശത്തിൽ 2 വാരിയൽ ശ്വാസകോശത്തിൽ തുളഞ്ഞു കയറി. അതുപോലെ ആ ഇടിയുടെ ശക്തിയിൽ ഹൃദയത്തിൽ നിന്നുണ്ടായ ബ്ലീഡിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നത്. അത്രയും പരിക്കുകളാണ്. ആ ഉപന്മാർ ചില്ലറക്കാർ പോലെയാണോ ഈ കൂട്ടുകാരെന്ന് പറയുന്നവന് ആ 2 അവന്മാരെയും തോണ്ടി എറിയാനുള്ള ആരോഗ്യമുണ്ട്. അതുപോലെ ഒരു സൈസായിട്ട് ഒരുത്തനാണ്. ഓരോ അവനെ പിടിച്ച് ഊരോട്ട് എറിയാനുള്ള ആരോഗ്യമുണ്ട്. എന്നിട്ട് അവൻ അങ്ങ് നിൽക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ വീഡിയോ പിടിക്കുന്നവൻ ഇവന്മാരെക്കാൾ വലിയൊരു ക്രിമിനലാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇത് അത്രയും വ്യക്തമായിട്ട് ആ ഒരു ക്യാമറയിലൂടെ നോക്കി അവൻ എടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് എത്ര ക്രിമിനൽ മൈൻഡാന്ന് ഓർത്ത് നോക്കി. അവിടെ നിന്നവരാർക്കും ആ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പറ്റിയില്ല. ആരെങ്കിലും, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുവാണ്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രിമിനൽ മൈൻഡായിട്ട് തോന്നുന്നതായിരിക്കും, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്രിമിനൽ മൈൻഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ബാറല്ലേ, ഇഷ്ടംപോലെ കുരുമുളക് പൊടി ഇല്ല അവിടെ, ഒരു തുള്ളി മതിയല്ലോ, ഒരു ഇച്ചിരി വെള്ളത്തിലോട്ടൊന്ന് കലക്കിച്ച് ഇവൻ്റെയൊക്കെ കണ്ണിലോട്ട് ഒഴിച്ച് കൊടുത്താൽ ഇവനൊക്കെ കണ്ണ് തിരുമ്പി നിൽക്കുന്ന സമയത്ത് ഇവൻ്റെയൊക്കെ 2 കൊടുത്ത് താഴെ ഇട്ടേച്ച് ആ വീണ് കിടക്കുന്നവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും മനുഷ്യർക്ക് ബുദ്ധിപൂർവ്വം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പക്ഷെങ്കിൽ ഇത് ഒരു മരണം വരെ വരുന്നിടം വരെ അതൊന്ന് വീഡിയോ എടുക്കുക, അത് സോഷ്യൽ മീഡിയയിലോട്ട് വിടുക. അതാണ് ഞാൻ പറഞ്ഞില്ല, ആർക്കും ഒരു ആരൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമല്ലേ? ഇതുപോലുള്ള ക്രിമിനലുകളൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമം കൊള്ളുകയില്ലാഞ്ഞിട്ട് തന്നെയാണ്. കൊലപാതകത്തിന് തൂക്കുകയറ് തന്നെ വിധിന്ന് വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഒരുത്തനും ഒന്ന് അറയ്ക്കും ഒരു ആയുധം എടുക്കാനായിട്ട്, ഒന്ന് അറയ്ക്കും, അവനൊരു പേടി വരും. കാര്യം എന്നാന്ന് വെച്ചാൽ ഒരുത്തനെ കൊന്നു കളഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്താൽ എനിക്ക് മരണമാണല്ലോ സംഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അവനൊന്ന് പേടിക്കും, ഒന്ന് പിന്മാറും. അങ്ങനെ ഒരു നിയമം വന്ന് 2 എണ്ണത്തിന് അങ്ങനെ ഒരു നിയമം വന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതിനൊരു മാറ്റം വരും. ഇത് ഓരോ ദിവസം കഴിയുന്നതോറും കൂടിയാണ് വരുന്ന സമൂഹത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന 2 കാര്യങ്ങളേ ഉള്ളൂ. സ്ത്രീകളുടെ അഴിഞ്ഞാട്ടവും ഈ മാതിരിയുള്ള സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഉണ്ട്. ചില അവന്മാർ, എല്ലാവരും ഒന്നും പറയുന്നില്ല, ചില ഇവന്മാരുടെ അഴിഞ്ഞാട്ടവും ആഭാസത്തരവും പിന്നെ ഈ കൊലപാതകങ്ങളും മാത്രമാണ്. നമ്മളൊരു ഫോൺ എടുത്താലും ഒരു ന്യൂസ് വെച്ചാൽ ഇതിനകത്തൊക്കെ കണ്ടിട്ട് ഇതേ ഉള്ളൂ. അല്ല ഒരു നല്ല കാര്യങ്ങൾ, നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു നല്ല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പുതിയ തലമുറ വരുന്ന പിള്ളേർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും പുറത്തോട്ട് വരുന്നുമില്ല. കാര്യം ഇതൊക്കെയാണ് ആൾക്കാർക്ക് കാണാനും ഇഷ്ടം, ഇതൊക്കെയാണ് ആൾക്കാർ അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രയാണെങ്കിലും ഒരു ഭയങ്കര ഒരു ഇതായി പോയിട്ടോ വല്ലാത്തൊരു, നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ്, നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് തന്നെ ഭയമാകും. എന്നെ ആ ഒരു ഉപദ്രവം കാണുമ്പോഴേ നമുക്കറിയാം ഇനി ആ ആളെ ജീവനോടെ കിട്ടുകയെന്ന് നമുക്കറിയാം. ഇതിനെ നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല, ഒരു ഡോക്ടറോ നേഴ്സോ ഒന്നും ആകേണ്ട, അത് കണ്ടാൽ നമുക്ക് ആ ഒരു മനുഷ്യന് ഇനി ജീവനോടെ കിട്ടുകയെന്ന് അറിയാനായിട്ട്. അതുപോലെയാണ് വീണ്ടും 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 ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് വയ്ക്കുന്നിടത്ത് വീണ്ടും കിടക്കുന്നതിന്, അതും അയാളെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്യുന്ന പരിപാടി. വാരിയിലൊക്കെ ഒടിയണമെങ്കിൽ എന്നാ ഉപദ്രവിച്ചത്, അയാൾ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ഒരു നിസ്സാര കാര്യമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ബാറിലുണ്ടായ തർക്കം, മദ്യവും മയക്കുമരുന്നും ലഹരിയും എല്ലാം ഇങ്ങനെ ഒഴുകട്ടെ, ഇങ്ങനെ ഒഴുകി പുതിയ തലമുറ ഇങ്ങനെ തമ്മി തല്ലി തീരട്ടെ. സത്യം പറഞ്ഞാൽ ഈ കൊറോണ, സുനാമി, ഇങ്ങനെ ഇപ്പം തന്നെ വരൾച്ച, എന്നാ വരൾച്ചയാണ്, മനുഷ്യർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ വരൾച്ചയാണ്. നമുക്ക് അതുപോലെ ഒരു ശകലം പോലും ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ മനുഷ്യർ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവം തരുന്ന മനുഷ്യർക്ക് തരുന്ന ശിക്ഷകളാണ്. എന്നാൽ പോലും ഇങ്ങനെയൊക്കെ വന്നാൽ പോലും ആർക്കും അതൊന്നും ഒരു വിഷയമേ അല്ല. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ വീണ്ടും 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 കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നതെല്ലാം കാര്യങ്ങളും ഗ്യാസ് കിട്ടാനില്ല, മനുഷ്യർ അങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നു. ഈ വരൾച്ച കൂടുന്തോറും വെള്ളത്തിന് കിടന്ന് മനുഷ്യർ ബുദ്ധിമുട്ടുന്നു. രോഗങ്ങൾ വരുന്ന ആൾക്കാർക്ക് എന്തെല്ലാം അസുഖം, ഈ ചൂട് സഹിക്കാൻ വയ്യാതെ മനുഷ്യർക്ക് ഒരുപാട് അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെ വരുന്നുണ്ട്. ഇതൊന്നുമല്ല ഇവിടുത്തെ വലിയത്. ബാറി കിടന്ന് നിസ്സാര കാര്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തർക്കമുണ്ടായി ഒരാളെ കൊല്ലുക, അതാണ് വലിയ ഷോ. അതാണ് മനുഷ്യർക്ക് മുന്നിലേക്ക് ഒരു ക്രെഡിറ്റായിട്ട് ആൾക്കാർ കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇനിയൊരു തലമുറയൊക്കെ വളർന്നു വരുമ്പം എന്നതായിരിക്കും എന്നുള്ളത്. എന്ന് വെച്ചാൽ പോലീസുകാർക്കൊരു വിലയില്ല, ഉള്ള സത്യം പറയും. നമ്മുടെ നിയമത്തെ വലിയത് പറയുന്നുണ്ട്, പോലീസുകാർക്കൊരു വിലയില്ല. പോലീസുകാരെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഒരു പോലീസുകാരൻ്റെ മുന്നിലോട്ട് വന്ന് കുറേ അവന്മാർ അദ്ദേഹത്തെ വിളിക്കുന്ന തെറികൾ കേൾക്കണം. നമ്മുടെ നിയമത്തിൻ്റെ കുഴപ്പം തന്നെയാണ്. പണ്ടൊക്കെ ഒരു പോലീസുകാരനെ നേരെ നിൽക്കാൻ ആരെങ്കിലും ഒന്ന് ധൈര്യപ്പെടുകയല്ല. കാര്യം പെട്ട് കഴിഞ്ഞാൽ അവന്മാർക്ക് കിട്ടുമെന്നറിയാം, അതിനകത്ത് കൊണ്ടുപോയിട്ട് നല്ലപോലെ ചവിട്ടി കൂട്ടുമെന്നറിയാം. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല.
ഇപ്പം പല പല രാഷ്ട്രീയ പാർട്ടികളാണ് എന്നാ കാര്യങ്ങൾ ചെയ്താലും അവർക്ക് പിന്തുണയുമായിട്ട് പല പല രാഷ്ട്രീയ പാർട്ടികളാണ് പുറകെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ഓടി പാർട്ടിക്കാരുടെ അടുത്തോട്ടാണ് പോകുന്നത്, സ്റ്റേഷനിലോട്ടല്ല ആൾക്കാർ പോകുന്നത്. കാര്യം ആ ഒരു പാർട്ടി, ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടിക്കാർ തീരുമാനിച്ചാൽ അവരെ രക്ഷപ്പെടുത്താൻ പറ്റും. അതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽസ് ഉയർന്നുയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര ദിവസന്മാർ ഇനി അകത്ത് കിടക്കും നമുക്ക് കണ്ടറിയാം. ഇതിൻ്റെ നിയമങ്ങൾ എങ്ങനെ പോകുന്നുള്ളതും കണ്ടറിയാം. ആ വീട്ടുകാർക്ക് പോകാനുള്ളത് പോയി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ട് കഴിയുമ്പോണ്ടല്ലോ നമുക്ക് തന്നെ അങ്ങ് ഭയം, ഭയങ്കര ഭയമാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പോകുന്നു, ചുമ്മാ പോകുന്നവരെയൊക്കെയാണ് ചിലപ്പോൾ പിടിച്ച് ഉപദ്രവിക്കുന്നത്. ഒരു കാര്യവും കാണുകയില്ല. ചിലപ്പോൾ ഇത് നല്ലതും ചീത്തയും കമൻറ്റ് ഇടുന്നവർ കാണും. ചിലർ ചോദിക്കും ഇവരെന്നാത്തിനാണ് ബാറിൽ പോയത്, അതുകൊണ്ടല്ലേ ഇവനിങ്ങനെ സംഭവിച്ച് എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കും. അതുകൊണ്ട് ആരും ബാറിൽ പോകുന്നില്ലേ, ആരും മദ്യപിക്കുന്നില്ല. ഇത് സർക്കാർ ഇറക്കിക്കുന്ന കാര്യം തന്നെയാണെന്ന് രേണുസുതി കഴിഞ്ഞ ദിവസം പറഞ്ഞു. മദ്യപിക്കാനായിട്ട് വേണ്ടി സർക്കാർ ഇറക്കിക്കുന്ന സാധനമാണെന്നാണ് പുള്ളിക്കാരി വരെ പറയുന്നത്. ഒരു സ്ത്രീ പോലും പറയുന്ന കാര്യം അതാണ്. അപ്പോൾ പിന്നെ പുരുഷന്മാരവിടെ പോകുന്നതിന് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിസ്സാര കാര്യത്തിന് അവിടെ നിന്ന് അത്രയും പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയ ഒരാൾ പറയുന്ന കാര്യമുണ്ട്, ഇത് നമുക്കൊന്ന് കേട്ടൊക്കെ. എനിക്കിത് അത്ര ജെനുവനായിട്ടൊന്നും തോന്നില്ല ഈ പറച്ചിലൊന്നും. ഇതിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ബീർ കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ഇവിടെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ വേറൊരു പുള്ളിക്കാരനുമായിട്ട് ഈ പ്രതികൾ പ്രശ്നമായിരുന്നു. അവർ തമ്മിൽ എന്തോ പ്രശ്നമായപ്പോൾ ഈ നമ്മുടെ മരിച്ചു സുമൻ ഇടപെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഇതിൽ ഇടപെട നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി വണ്ടി എടുത്ത്. എന്നിട്ട് ഞാൻ അവനെ വിളിച്ച് അപ്പോൾ ആ വീഡിയോയിലാണ് എൻ്റെ ഫോട്ടോ ഉള്ളത്. എന്നിട്ട് ഞാൻ അവിടെ വന്നിട്ട് ഞാൻ പിടിച്ചു മാറ്റി. അപ്പോൾ ഇവിടെ ഒരു ചെറിയ തള്ളലും ഇതിലായി. ഞാൻ ചെന്ന് അപ്പുറത്ത് മാറി നങ്ങിന്ന് പാലത്തിന്റെ അപ്പുറത്ത് നിന്ന്. അപ്പോൾ ആണ് ഈ അടി എന്തോ ഞാൻ മാറി എന്ന് പറഞ്ഞാൽ അവൻ വരാൻ വേണ്ടി മറ്റവനെ അടിച്ചോ, ഈ അച്ഛനെ അടിച്ചേ? ഇവര് ആദ്യം ഒരു പ്രശ്നമായപ്പം തള്ളലും എന്തിലായി പിടിച്ചു മാറ്റി വിട്ട് ഞാൻ. എന്നിട്ടാണ് ഞാൻ മാറിയുന്നത്, ഞാൻ പോയത്. അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വിളിച്ചിരുന്നു വാടപ്പ വന്നു പറഞ്ഞുകൊണ്ട്. മാറി നിൽക്കുമ്പോ അടി കിടക്കുന്ന കണ്ടോ? അടി കിടക്കുന്ന കണ്ടില്ല. അപ്പോഴാണ് ഞാൻ അവിടെ നിന്നപ്പോൾ ബൈക്കിൽ വന്ന് 2 പേര് വന്ന് ചേട്ടാ അവിടെ അടി കിടക്കണമെന്ന്. അങ്ങനെ ഞാൻ ഓടി വന്നപ്പോൾ ഇവൻ നിലത്ത് കിടക്കുകയായിരുന്നു. ഒരു കാറും ഉണ്ടായിരുന്നു. കാറ് ചോരുള്ളൊരു പയ്യന്റെ കാറായിരുന്നു. അവൻ പറഞ്ഞു ചേട്ടായി വണ്ടി തട്ടിയെന്ന് അറിഞ്ഞൂടാ. അവന് വണ്ടി തട്ടിയെന്ന് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ അവൻ വെയിറ്റ് ചെയ്താണ്. ഞാൻ പിന്നെ അവനെ തൂക്കിയെടുത്ത് കാറിനകത്ത് കയറ്റി ഉണ്ടായിരുന്നു. അപ്പോഴേ അറിയില്ലായിരുന്നു. അവിടെ പോയി ഡോക്ടർ നോക്കിയപ്പോൾ ECG എടുക്കാൻ പറഞ്ഞു. ECG വിളിച്ചു. ഉടനെ തന്നെ ഒരു പറഞ്ഞു മരണപ്പെട്ടെന്ന്. ഇതിനകത്ത് പുള്ളി ആദ്യം പറയുന്നത് തിരിച്ചിറങ്ങി വണ്ടിയുടെ അടുത്തോട്ടെന്നല്ലേ പറയുന്നത്. ഇവർ വന്ന് വണ്ടിയുടെ അടുത്തോട്ടായിരിക്കും, ചിലപ്പോൾ ബൈക്ക് എങ്ങനെയാലും ആയിരിക്കാം. അതിൻ്റെ അടുത്തോട്ട് വണ്ടി എടുത്തോട്ടെന്നാണ് എനിക്കങ്ങനെ തിരിഞ്ഞത്. ഇനി ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയത്തില്ല. വണ്ടി എടുത്തോട്ട് ചെന്നു എന്നാണ് പറയുന്നത്. ആ വണ്ടി എടുത്തോട്ട് ചെന്നെങ്കിൽ ഈ കൂട്ടുകാരനെ പിടിച്ച വണ്ടി കയറ്റിക്കൊണ്ടെങ്കിൽ പോകത്തില്ലായിരുന്നു. ആ വണ്ടി പുള്ളി പറയുന്നു അവിടെ അടി നിൽക്കപ്പെട്ട പറയുന്നതിൻ്റെ ആ ഒരു ചേർച്ചക്കുറവ് നോക്കണം. ഞാൻ അവിടെ മാറി നിന്ന് വിളിച്ചു എന്നാണ് ആദ്യം പറയുന്നത്. മാറി നിന്ന് വിളിച്ചു എന്ന് പറയുന്ന ഇയാൾ പിന്നെ പറയുന്നു ബൈക്കിൽ വന്നവർ പറഞ്ഞു അവിടെ അടി നടക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെല്ലുകയായിരുന്നെന്ന്. ഇതിൽ എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട് എനിക്ക് തോന്നുന്നുണ്ട് പറയുന്നത് കേട്ടിട്ട്. കാര്യം ഒന്നെങ്കിൽ പുള്ളി നൈസായിട്ട് അവിടെ തന്നെ മാറി നിന്നാണ്. അടി നടക്കുന്നിടത്തേക്ക് പുള്ളി നൈസായിട്ട് അങ്ങ് മാറിക്കോളും. ആ കൂട്ടുകാരൻ മേടിച്ച് കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് കാണും. നൈസായിട്ട് മാറി നിന്ന് ചിലർ പറയുന്ന കേട്ട് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് വീഡിയോ എടുത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. കൂട്ടുകാരനാണ് വീഡിയോ എടുത്തതെന്ന് പറയുന്നുണ്ട്. എന്നാണേലും ആരെന്നാ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കൂട്ടുകാരൊക്കെ ഒന്നും ശത്രുക്കൾക്ക് പോലും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നം വരുമ്പം അവിടുന്ന് അവനെ പിടിച്ചുകൊണ്ട് പോകുമോ ഇല്ലെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരുത്തനായിരിക്കണം കൂട്ടുകാരെന്ന് പറഞ്ഞാൽ. ഈ ഒരാളും കൂടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അവന്മാർ അത്രയും അദ്ദേഹത്തിന് ഉപദ്രവിക്കുകയില്ലായിരുന്നിരിക്കും. അത്രയും ഉപദ്രവിക്കാതെ പിടിച്ചു മാറ്റുമോ എന്തെങ്കിലും ചെയ്താൽ ഒരാൾ പിടിച്ചു മാറ്റാൻ ചെല്ലുമ്പോൾ എന്തായാലും അടുത്ത ആളും കൂടെ ചെല്ലാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ ചെല്ലില്ല ഒന്നും വേണ്ട. ഇനി പുള്ളിക്ക് പേടിയായിക്കോട്ടെ. ഇനി അടിയും വഴക്കും ഒക്കെ പുള്ളിക്ക് പേടി. അങ്ങനെ പേടിയുള്ളവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പേടിയുള്ള ഒരാളാന്നിരിക്കട്ടെ. പുള്ളിക്ക് ഒരു പ്രശ്നം ഒരിച്ചിരി വഷളാകുന്നെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഉമ്മാർ പുറത്തോട്ട് വരുന്നപ്പം തന്നെ അകത്തുനിന്ന് അടി ഉണ്ടാക്കിയാണ് ആ മനുഷ്യൻ പുറത്തോട്ട് ഇറങ്ങി ഓടിയെന്ന് പറയുന്നു. അപ്പോൾ അടി പെടാതിരിക്കാനായിരിക്കുമല്ലോ ഇറങ്ങി ഓടിയത്. അങ്ങനെ പോകുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഉമ്മാരെ ഉപദ്രവിക്കുന്നത് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഫോണുണ്ടല്ലോ കയ്യിൽ, അതെടുത്തൊന്ന് പോലീസിനെ ഒന്ന് വിളിച്ചൊന്ന് വിവരം അറിയിക്കാമല്ലോ. അതും ചെയ്തില്ല. അങ്ങ് മാറിപ്പോയി നിന്ന്. പുള്ളി വലിയ മഹത്തായിട്ട് പറയുന്നൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതാണ് വലിയ മഹത്തായിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ആവശ്യമില്ലായിരുന്നു. കൂടെ നടക്കുന്നവൻ ചൊവ്വല്ലെങ്കിൽ കൂട്ടുകാരൻ ആപത്ത് വരുമ്പോഴത്തേക്ക് കൂടെ നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്ത് വരുന്നവരുണ്ടായിരിക്കാം. അദ്ദേഹം പേടിച്ചിട്ടാണെങ്കിൽ ഓക്കെ അയാൾ അടി ഉണ്ടാക്കുന്നിടത്തോട്ട് പോകണ്ട. അങ്ങനെ ഭയമുള്ളവരുണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഭയങ്കര സൈസായിട്ടുള്ള മനുഷ്യരായിരിക്കും. പക്ഷേ അടിയെന്ന് കേട്ടാൽ അവർ 7 മൈൽ അകലെ ഓടിപ്പോകുന്നവരായിരിക്കും. പേടി കാണും ഉള്ളിൽ. അതിൽ ഓരോരുത്തരുടെ ക്യാരക്ടറാണത്. അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഫോണെന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ, ഒന്ന് പോലീസിനെ വിളിച്ച് വരുത്താമല്ലോ. അതും ചെയ്ത് പിന്നെ അവിടെ നിന്ന് കണ്ടവന്മാരാരും ഇദ്ദേഹത്തെ പോലെ തന്നെയാണ്. ഈ ഒരു കൊലപാതകത്തിന് പങ്കുള്ളവരും തന്നെ പറയാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയും അങ്ങനെ ആ മരണത്തോട് അടുക്കുന്തോറും അത് കണ്ടു നിന്ന് ആസ്വദിച്ച അവന്മാരുടെ മൈൻഡ് നല്ല കേരളം, നല്ല സൂപ്പർ കേരളം. അതും വിഷു ആയിക്കൊണ്ട് നടന്നൊരു സംഭവമാണ്. ഒന്നാമത് ഈ ബാറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വിശേഷ ദിവസങ്ങളിൽ തുറക്കാതിരിക്കുക.
വിശേഷ ദിവസങ്ങൾ 1-ാം തീയതി മാത്രമല്ല, വിശേഷ ദിവസങ്ങൾ ഇതൊക്കെ പൂട്ടിയിടുക. അന്നേരം എന്നാന്ന് വെച്ചാൽ ഇവർ മദ്യം മേടിച്ച് വീട്ടിൽ ഇരുന്ന് കഴിക്കത്തേ ഉള്ളൂ. ഈ കഴിക്കുന്നവർ അവർ വീട്ടിൽ കാണും, വീട്ടിൽ ഇരുന്നുള്ള കൂടി കാണത്തില്ല. നാട്ടിലോട്ട് ഇറങ്ങിക്കിടന്ന് അടിയും മഴക്കിനും ഇറങ്ങി വരത്തില്ല ആരും. അത് മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്ന് കഴിക്കത്തില്ലേ ഉള്ളൂ. ആർക്കും ശല്യമില്ലല്ലോ. പൊതു സ്ഥലത്ത് നിന്ന് കഴിക്കാൻ പറ്റത്തില്ല, പോലീസ് പിടിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മദ്യപിച്ച് റോഡിൽ കൂടെ ഇറങ്ങി നടന്നാലും പോലീസ് പിടിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നും ചെക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മദ്യപിച്ചേച്ച് ഇവർ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ. ഒരു സീറ്റ് ബെൽറ്റ് ഇടിച്ചിട്ട് മാറിക്കിടന്നാൽ, അല്ലെങ്കിൽ ഒരു ധൃതി വെച്ചൊരു ആൾക്കാരെ കൊണ്ട് പോകുമ്പം വരെയൊന്ന് മാറി ഇടിച്ചിരുന്ന് ഓടിയാൽ അതിനൊക്കെ ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പെറ്റി തരാനും എല്ലാം ഉണ്ട്. അതൊക്കെയാണ് വലിയ വലിയ പ്രശ്നങ്ങൾ. ഈ മദ്യപിച്ചേച്ച് വണ്ടി ഓടിച്ച് പോകുന്നതോ അതൊന്നും വിഷയമല്ല. ഇത് രണ്ടുപേരും ബാറിക്കറി കഴിച്ചിറങ്ങിയവരാണല്ലോ. അദ്ദേഹം ആദ്യം പറയുന്നത് വണ്ടിയിൽ നിന്നാണ്. എനിക്കൊന്ന് പിന്നെ തിരുത്തി പറഞ്ഞായിരിക്കും, കാര്യം അത് വിഷയമായെങ്കിലോ എന്ന് ഓർത്തിട്ടായിരിക്കും തിരുത്തി പറഞ്ഞത്, വണ്ടി എടുത്തോട്ട് പോയെന്ന് പറഞ്ഞത്. പിന്നെ വണ്ടി എന്നുള്ള കാര്യങ്ങൾ പറയുന്നില്ല. എന്നാണേലും നമുക്ക് ഒരു ഭയങ്കര നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കേരളം. നമുക്ക് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയം, അതുപോലെ തന്നെ നമുക്ക് ഇനി മനുഷ്യരൊക്കെ ഇത് എന്നതാണ് അവസ്ഥ എന്നുള്ളൊരു ഭയം ഭയങ്കര ഉപദ്രവങ്ങളാണെന്നുണ്ടാകുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് കൊല്ലുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള മനുഷ്യർക്ക്. കൊല്ലുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ദേഷ്യത്തിന് 2-1 അടി കൊടുത്തേച്ച് പോകുക എന്നല്ല. അത് മരണം സംഭവിക്കുന്നതിന് വരെ അവൻ ഈ ലോകത്തിന് വേണ്ടെന്ന് ഇവരങ്ങ് തീരുമാനിക്കുന്നത്. ഇവർ തന്നെ അങ്ങ് തീരുമാനിച്ചോളൂ, ഇനി ഇവർ ലോകത്ത് വേണ്ട, ഇവനെയൊക്കെ അങ്ങ് തീർത്ത് വിട്ടേക്കാം. നിസ്സാര കാര്യം. എന്നതാണ് അതിനകത്തുണ്ടായ പ്രശ്നം എന്നുള്ളത് ഇതുവരെ പുറത്താരും പറഞ്ഞിട്ടില്ല. എന്തിനാണ് തർക്കം ഉണ്ടായെന്നും പറഞ്ഞിട്ടില്ല. 2 പേര് തമ്മിൽ വഴക്കുണ്ടായപ്പം അത് ഒത്തുതീർപ്പാക്കാൻ പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാണേലും അവന്മാരുടെ 2 പേരുടെ ജീവിതവും പോയി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വലിയൊരു നഷ്ടവുമായി. ഇതൊക്കെയാണ് സംഭവിച്ചത്. അതുകൊണ്ടുള്ള നേട്ടം ഉണ്ടായതാണ് ഈ ഒരു പ്രശ്നം കൊണ്ടുണ്ടായ നേട്ടം. അവർക്ക് ബോധം വന്നതുകൊണ്ടായിരിക്കാം ആ ഒരു ഇരിപ്പും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും കുറ്റബോധം ഉള്ളിലുണ്ടായിരിക്കാം. ഇനി കുറ്റബോധം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. മദ്യത്തിൻ്റെ പുറത്ത് ഓരോന്നും ചെയ്യുന്നെന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ച് വലിയ ആളായി ഇപ്പോൾ തീർന്നില്ലേ എല്ലാം. ഒരു വീട്ടിൽ 2 ആമ്പിള്ളേരാന്ന് ഓർക്കണം. 2 ആമ്പിള്ളേർ, കൂടപ്പുറപ്പുകളാണ് 2 ആമ്പിള്ളേർ. ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ഇതെല്ലാം നോക്കുമ്പോഴത്തേക്ക് എന്നതാണ്, നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നിയമം നല്ല പക്കയാകാങ്കിയുണ്ടല്ലോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും, ഒത്തിരി മാറ്റങ്ങൾ വരും. ക്രിമിനൽസ് കുറയും, നല്ലപോലെ കുറയും. നല്ല ശിക്ഷയും കാര്യങ്ങളും കൊടുത്ത് ഇതിപ്പോൾ ഇവിടുന്ന് അവിടെ ചെന്ന് കുറച്ച് ദിവസം അവിടെ നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിലർക്ക് കുറ്റബോധം തോന്നും, ചിലർക്ക് ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു മൈൻഡാകും. പിന്നെ ഇറങ്ങിക്കഴിയുമ്പം അടുത്തൊരു പ്രശ്നം വരുമ്പോൾ ഇത് തന്നെയാണ് ഇവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവരിറങ്ങിക്കഴിയുമ്പം കാണുന്നവന് തോന്നും, പണ്ട് അവനെ കൊന്നവനാണ് നടക്കുന്നത്, അവൻ എന്നാ ഒരു കുഴപ്പമില്ല, പുള്ളി കണ്ട കളിച്ചീസിൽ ആവശ്യമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നു. ആ കാണുന്നവന് തോന്നും, അപ്പോൾ ഇനി എന്നെ ഒരുത്തിന് എന്തെങ്കിലും ചെയ്യാൻ വന്നിട്ട് ഞാൻ അവനെ ചെയ്താൽ എനിക്ക് ഇത്രയ്ക്ക് സംഭവിക്കാനുള്ളൂ. ഇതൊക്കെയാണ് സമൂഹത്തിൽ വരുന്ന മാതൃക എന്ന് പറയുന്നത്. എൻ്റെ മൈൻഡിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇത് ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഈ ഒരു വിഷയത്തിൽ. ഇതെന്താണ്, ഇതിൻ്റെ നീതി എന്നാണ്, ന്യായം എന്നാണെന്നൊക്കെ നിങ്ങൾക്കും പറയാം. നിങ്ങൾ കമൻറ്റിലൂടെ പറയാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായം വരുമ്പം അതായിരിക്കില്ല മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അഭിപ്രായം. അങ്ങനെ പൊതുജനം പല വിധമാണല്ലോ. അത് തന്നെയാണല്ലോ ഇവിടെ സംഭവിച്ചത്. ഒത്തുതീർപ്പാക്കാൻ ചെന്നവൻ ലാസ്റ്റ് കൊല്ലപ്പെട്ടു. എന്നാലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ നിങ്ങൾ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.